എന്റെ വെർഷനിലുള്ള ഷക്ഷൂക്കയാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും അതിനകത്തേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ എൻ്റെ വെർഷനിലുള്ള ഷക്ഷൂക്ക എന്ന് പറയാൻ കാര്യം ഓരോ രാജ്യങ്ങളിലുള്ളവരും ഓരോ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സൗദിക്കാർ വേറെ പോലെയാണ്, സുഡാനീസ് വേറെ പോലെയാണ്. ഞാൻ അതുകൊണ്ട് എൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കിയതാണ്. എനിക്ക് കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് മുട്ട നന്നായിട്ട് വെന്തതുമാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും നല്ല കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുമ്പോഴേക്കും മുട്ടയുടെ ഉണ്ണിയുടെ സൈഡിലുള്ള വെളുത്ത സാധനം ഇല്ലേ, റിങ് പോലെ ഇരിക്കുന്നത്, അതെടുത്ത് കളയാറുണ്ട്. അത് കളയുവാണെങ്കിൽ ഇങ്ങനെ മുട്ടയുടെ ഉളുമ്പ് മണം മാറും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 മുട്ടയും ചേർത്തതിന് ശേഷം പിന്നെ ഒരു ലോ ഫയറിൽ ഇത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്രസ്റ്റ് പെപ്പർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള പെപ്പറാണ്. നമ്മൾ പ്രീ പ്ലാൻ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കാൻ, ഇവൻ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറിനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നല്ല ടേസ്റ്റും ആണ്, നല്ല ഹെൽത്തിയുമാണ്. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്, എഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. സാധാരണ ഷക്ഷൂക്ക ഉണ്ടാക്കുമ്പോൾ മറിച്ചൊന്നും ഇടാറില്ല, ജസ്റ്റ് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഉണ്ടാക്കിക്കൊണ്ട് വരുള്ളൂ. എനിക്ക് പക്ഷേ മുട്ടയൊക്കെ നന്നായി വെന്തില്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം തന്നെ കാണാൻ നല്ലൊരു കളർഫുൾ അല്ലേ. 2 സൈഡും നന്നായി വെന്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ 2-3 ബ്രെഡും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കൂടെ ഒരു ഹാഫ് ആപ്പിൾ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഫുഡിന്റെ കൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കണം ആദ്യം കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബ്ലോട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.